പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിനെ കുറിച്ച് ഓർത്തഡോക്സ് സഭ പറയുന്ന വാക്ക് ഡോർമിഷൻ എന്ന പദമാണ്. ഈ പദത്തിൻ്റെ അർത്ഥം നിദ്ര, ഉറക്കം എന്നതാണ്. സഭാപിതാക്കന്മാർ ഈ പദം ഉപയോഗിച്ചത് മരണം ക്രിസ്തുവിൽ അന്തിമ നാശമല്ലെന്നും ഉയർപ്പിലേക്കുള്ള ഒരു നിദ്രയാണെന്നും പഠിപ്പിക്കുവാനാണ്. കർത്താവ് പല അവസരങ്ങളിലും മരണത്തെ നിദ്ര എന്ന് വിശേഷിപ്പിച്ചു. യായൂറോസിൻ്റെ മകളെക്കുറിച്ചും ലാസറിനെക്കുറിച്ചും അവൻ പറഞ്ഞത് അവർ മരിച്ചുവെന്നല്ല, നിദ്ര കൊള്ളുന്നു എന്നായിരുന്നു. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ മരണം പ്രത്യാശയില്ലാത്ത അവസാനമല്ല, ഉയർപ്പിൻ്റെ പ്രതീക്ഷയിലേക്കുള്ള പ്രവേശനമാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിനെ കുറിച്ചുള്ള സഭാപാരമ്പര്യം പറയുന്നത് അപ്പോസ്തലന്മാർ ഒത്തുചേർന്ന് അവളുടെ ശവസംസ്കാരം നടത്തുകയും വിശുദ്ധ ശരീരം കബറടക്കുകയും ചെയ്തു എന്നതാണ്. മനുഷ്യരായ എല്ലാവരെയും പോലെ ദൈവമാതാവും മരണത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയി. എന്നാൽ അവളുടെ ജീവിതം മുഴുവൻ ദൈവകൃപയുടെ പാത്രമായിരുന്നതുപോലെ അവളുടെ വാങ്ങിപ്പും ദൈവത്തിൻ്റെ പ്രത്യേക കരുതലാൽ മഹത്വീകരിക്കപ്പെട്ടു. ഓർത്തഡോക്സ് വൈസന്റിയൻ കിഴക്കൻ സഭാപാരമ്പര്യങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന ഒരു ഭക്തി പാരമ്പര്യം അപ്പോസ്തലനായ തോമാസ് ലീഹ വൈകി എത്തിയതിനെ കുറിച്ചാണ്. തോമാസ് ലീഹ ദൈവമാതാവിൻ്റെ കബറടക്കത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞില്ലെന്നും പിന്നീട് അവൻ എത്തിയപ്പോൾ കബറ് തുറന്നു നോക്കിയപ്പോൾ ശരീരം അവിടെ കണ്ടില്ലെന്നും പാരമ്പര്യം പറയുന്നു. ചില പുരാതന പാരമ്പര്യങ്ങളിൽ ദൈവമാതാവ് സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ തോമാസ് ലീഹായ്ക്കൊരു ഇടക്കെട്ട് നൽകപ്പെട്ടതായി വിവരിക്കപ്പെടുന്നു. ആ ഇടക്കെട്ട് ദൈവമാതാവിൻ്റെ മഹത്വീകരണത്തിൻ്റെ ഓർമ്മ ചിഹ്നമായി സഭയിൽ ആദരിക്കപ്പെടുന്നു. എന്നാൽ സഭയുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം ഇടക്കെട്ടല്ല, ദൈവമാതാവിൻ്റെ മഹത്വീകരണമാണ്. പരിശുദ്ധ ജോൺ ഓഫ് ദമാസ്കസ് തൻ്റെ ഡോർമിഷൻ പ്രസംഗങ്ങളിൽ പറയുന്നത് ദൈവപുത്രനെ തൻ്റെ ഉദരത്തിൽ വഹിച്ചവളുടെ ശരീരം നാശത്തിൻ്റെ പൂർണ്ണ അധികാരത്തിൽ വിട്ടുകൊടുക്കപ്പെടുന്നില്ല എന്നതാണ്. അവളുടെ മഹത്വീകരണം ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ഫലമായും ഭാവിയിലെ വിശ്വാസികളുടെ പ്രത്യാശയുടെ അടയാളമായും കാണപ്പെടുന്നു. ഇവിടെ ഒരു വലിയ ആത്മീക സന്ദേശമുണ്ട്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൽ മരണം അവസാന വാക്കല്ല എന്നതാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ അവനിൽ വിശ്വസിക്കുന്നവർക്കും ഉയർപ്പിൻ്റെ പ്രത്യാശയുണ്ട്. ദൈവമാതാവ് ആ പ്രത്യാശയുടെ ആദ്യ ഫലങ്ങളിൽ ഒരാളായി സഭയുടെ മുമ്പിൽ നിൽക്കുന്നു. സുറിയാനി പിതാവായ അപ്രയും മരണത്തെ ചെറിയ ഉറക്കമെന്ന് വിശേഷിപ്പിക്കുന്നു. ആ ഉറക്കത്തിനപ്പുറം കർത്താവിൻ്റെ സാന്നിധ്യവും നിത്യജീവനും കാത്തിരിക്കുന്നു. അതുകൊണ്ടാണ് സഭ ദൈവമാതാവിൻ്റെ മരണത്തെ ഡോർമിഷൻ എന്ന് വിളിക്കുന്നത്. നിത്യജീവൻ്റെ പ്രഭാതത്തിലേക്കുള്ള വിശുദ്ധ നിദ്ര. അങ്ങനെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് ഒരു വ്യക്തിയുടെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമല്ല, മനുഷ്യവർഗത്തിന് ലഭിക്കുവാൻ പോകുന്ന ഉയർപ്പിൻ്റെയും മഹത്വീകരണത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രഖ്യാപനമാണ്. കർത്താവ് തൻ്റെ മാതാവിനെ മഹത്വത്തിലേക്ക് സ്വീകരിച്ചതുപോലെ അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും നിത്യജീവൻ്റെ മഹത്വത്തിലേക്ക് വിളിക്കുന്നു എന്ന സുവിശേഷ സത്യത്തിൻ്റെ സാക്ഷ്യമാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ.